ഞാൻ പോകുന്നു. നിങ്ങൾക്ക് ഇനി എന്നെ കണി കാണാൻ കിട്ടില്ല കേട്ടോ. ഇന്ന് 2025 ഡിസംബർ 30 ബുധനാഴ്ച. ചിന്തകൾ യാഥാർത്ഥ്യങ്ങൾ നമ്പർ 2606 ഏവർക്കും സ്നേഹത്തോടെ സ്വാഗതം. ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകുമാറാകട്ടെ. 2025 ഏറ്റവും അവസാനത്തെ ദിവസത്തിലേക്ക് ഞാൻ നിങ്ങളും വന്നെത്തി. ഞാൻ പോകുന്നു, നിങ്ങൾക്ക് ഇനി എന്നെ കണി കാണാൻ കിട്ടില്ല കേട്ടോ എന്ന് നമ്മൾ എല്ലാവരോടും 2025 പറയുന്നതായി നിങ്ങൾക്കും തോന്നുന്നില്ലേ? 2025 ഗുണവും ദോഷവും ഞാൻ വെറുതെ ഒന്ന് ചെയ്യുവാൻ നോക്കി. സുനാമി പോലെ, കൊറോണ പോലെ മറക്കാൻ കഴിയാത്ത അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടായില്ല. വ്യക്തിപരമായി പറഞ്ഞാൽ എനിക്കുണ്ടായ നഷ്ടം, ഞാൻ ഏറ്റവും സ്നേഹിക്കുന്ന, എന്നെ ഏറ്റവും സ്നേഹിച്ചിരുന്ന എൻ്റെ ഒരു അളിയൻ രോഗം മൂലം ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു എന്നത് ഒരു വേദനിപ്പിക്കുന്ന സംഭവമാണ്. 1989 കർണാടകത്തിലെ കുടക് ജില്ലയിലേക്ക് ആദ്യമായി സുവിശേഷവുമായി വോയിസ് ഓഫ് സദ്ഗമയ്ക്ക് ടീമായി പോകുവാൻ കാരണക്കാരനായ അളിയനാണ് എനിക്ക് നഷ്ടപ്പെട്ടത്. എന്നെ മാത്രമല്ല, സുവിശേഷത്തെയും സുവിശേഷ വേലക്കാരെയും വളരെ സ്നേഹിച്ച ആ അളിയൻ്റെ വീട്ടിലേക്ക് കുടക് ജില്ലയുടെ സുവിശേഷ പ്രവർത്തനത്തിൻ്റെ അഭിവൃദ്ധിക്കായി 1990 ജൂലൈ മാസത്തിൽ പത്തനംതിട്ടക്കാരനായ ജോൺസൺ റോയിയെ ഞാൻ കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ ജോൺസൺ റോയിക്ക് കുടകിനെക്കുറിച്ച് കേട്ടുകേൾവി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വോയിസ് ഓഫ് സദ്ഗമയുടെ പ്രവർത്തകർ അതുവഴി അതുവരെ പ്രവർത്തിച്ച് നേടിയ ആത്മാക്കളെ ഈ അളിയൻ്റെ വീട്ടിൽ വെച്ചാണ് പ്രാർത്ഥിച്ച് ജോൺസൺ റോയിയെ ഏൽപ്പിച്ചത്. ഒരുപക്ഷെ ഇതൊന്നും ഇന്നത്തെ ബ്രദറൻ സമൂഹത്തിന് അറിയില്ലായിരിക്കും. നഷ്ടത്തിൻ്റെ കണക്കിൽ എനിക്ക് അളിയൻ്റെ നഷ്ടം മാത്രമാണ് ഓർമ്മയിൽ വരുന്നുള്ളൂ. എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലും കുടുംബപരമായ ജീവിതത്തിലും ഉണ്ടായ ലാഭം നോക്കുമ്പോഴും വളരെ എടുത്തു പറയാനുള്ളത് എൻ്റെ ഒരു ആത്മീയ മകനെ, എൻ്റെയും നമ്മുടെ സമൂഹത്തിൻ്റെയും കുറവ് കൊണ്ട് ആരാധനയ്ക്ക് വരാൻ കഴിയാതെ നിന്നിരുന്ന ഞാൻ സ്നാനപ്പെടുത്തി എൻ്റെ അനുജന് തുല്യമായി സ്നേഹിക്കുന്ന സഹോദരനെ യഥാസ്ഥാനത്തേക്ക് കൊണ്ടുവരുവാൻ സാധിച്ചു എന്നതാണ്. ജനനം കൊണ്ട് മുസ്ലിമായവരെ ക്രിസ്തീയ മാർഗത്തിൻ്റെ മഹത്വം മനസ്സിലാക്കി കൊടുക്കുക എന്നതും ആ മാർഗത്തിൽ എത്തിക്കുക എന്നതും അല്പം പ്രയാസമാണെങ്കിലും അതിൽ ചിലരുമായി സത്യവേദ പുസ്തകവുമായി കർത്താവിനെ ആരാധിക്കാൻ സഭായോഗത്തിന് ഇരിക്കുക എന്നത് മാനുഷികമായി പലർക്കും വളരെ സന്തോഷം തരുന്ന കാര്യമാണ്. 2025 എന്നെ വിട്ടുപോകുമ്പോൾ നിറഞ്ഞ സന്തോഷം തന്നിട്ടാണ് പോകുന്നത് എന്ന് സ്തോത്രത്തോടെ ഓർക്കട്ടെ. എൻ്റെ അറിവിൽ എൻ്റെ ചില സഹോദരന്മാർക്ക് ഈ 2025 ഉണ്മാനും ഉടുക്കാനും ഒക്കെ ഉണ്ടെങ്കിലും ആത്മീക വിഷയത്തിൽ സങ്കടങ്ങൾ സമ്മാനിച്ച മറ്റൊരു വർഷം കൂടി ആയിരുന്നു എന്നത് എൻ്റെയും സങ്കടമാണ്. പൂർണ്ണ സന്തോഷത്തോടെയും സമാധാനത്തോടെയും ദൈവത്തെ ആരാധിക്കാൻ എനിക്ക് വഴിയൊരുക്കി തന്ന എൻ്റെ പ്രിയപ്പെട്ടവർക്ക് അവരുടെ ആത്മീയ കൂട്ടായ്മയിൽ വേണ്ടത്ര സന്തോഷം കൊടുക്കാതെ പിശാച് അവരെ വേദനിപ്പിക്കുന്നത് കാണുമ്പോൾ എനിക്ക് സങ്കടമുണ്ട്. എൻ്റെ ഒരു പ്രിയ സഹോദരൻ ജോലി നഷ്ടപ്പെട്ടു എന്ന ഈ 2025 എന്ന വാർത്ത ഈ 2025 എങ്കിലും അത്യുത്സാഹിയായ ഈ സഹോദരൻ മറ്റൊരു ജോലി തേടി പിടിക്കും എന്നത് അദ്ദേഹത്തിൻ്റെ വിജയമാണ്. ദൈവം അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണിത്. ഇതൊക്കെ ഞാൻ പറയുമ്പോൾ ബൈബിളിലെ യാക്കോബ് എഴുതിയ ലേഖനം 4:16 മുന്നിൽ നിർത്തിയാണ് പറയുന്നത്. നിങ്ങളോ വമ്പ് പറഞ്ഞ് പ്രശംസിക്കുന്നു, ഈ വക പ്രശംസ എല്ലാം ദൈവദോഷമാകുന്നു എന്ന വാക്യം എൻ്റെ മുമ്പിലുണ്ട്. വമ്പ് പറഞ്ഞ് പ്രശംസിക്കാൻ ഞങ്ങൾക്ക് ഒന്നുമില്ല. 2025 അവസാന ഞായറാഴ്ച ആയിരുന്ന 28/12/2025 സന്തോഷത്തോടെ കർത്താവിനെ ആരാധിച്ച ശേഷം സഭയിലൊരുക്കി ചായ സൽക്കാരവും കഴിഞ്ഞ് ഞങ്ങളുടെ ആത്മീയമാനായ സാദിഖ് സഹോദരൻ്റെ വീട്ടിലും പോയി സമാധാനത്തോടെ വീട്ടിലേക്ക് മടങ്ങുമ്പോൾ NH66 ഒരു എൽബോർഡ് വെച്ച ഒരു പെൺകുട്ടി ഓടിച്ച കാറ് ഞങ്ങളുടെ വണ്ടിയുടെ കുറുകെ വന്നു. ഹൈവേയിലെ ചില അസ്വസ്ഥതകൾ വരുമ്പോൾ സ്തോത്രം ഹല്ലേലൂയ എന്ന് ദൈവത്തെ മഹത്വപ്പെടുത്താറുള്ള ഞങ്ങൾ വീണ്ടും ആ നാമം ചൊല്ലി ദൈവത്തെ മഹത്വപ്പെടുത്തി വണ്ടി റോഡിൽ നിന്ന് മതിലിനോട് ചേർത്ത് നിർത്തി. റോഡ് പണിയുടെ ഭാഗമായി കുഴിച്ച മുൻപിലുള്ള വലിയ കുഴിയിലേക്ക് വണ്ടി വീഴാതെ ദൈവം കാത്ത് സൂക്ഷിച്ചു. നമ്മുടെ ഓരോ യാത്രയിലും ജീവിതത്തിൻ്റെ എല്ലാ നാൾ വഴികളിലും സകലത്തിനും വേണ്ടി നാം സ്തോത്രം ചെയ്യുന്നവരായിരിക്കണം എന്ന് മാത്രമല്ല, യാക്കോബിൻ ലേഖനം 4:13 മുതൽ വായിക്കുമ്പോൾ ഇന്നോ നാളെയോ ഞങ്ങൾ ഇന്ന പട്ടണത്തിൽ പോയി അവിടെ ഒരാണ്ട് കഴിച്ച് വ്യാപാരം ചെയ്ത് ലാഭമുണ്ടാക്കും എന്ന് പറയുന്നവരെ കേൾപ്പിൻ. നാളത്തേത് നിങ്ങൾ അറിയുന്നില്ലല്ലോ. നിങ്ങളുടെ ജീവൻ എങ്ങനെയുള്ളത്, അല്പനേരത്തേക്ക് കാണുന്നതും പിന്നെ മറഞ്ഞു പോകുന്നതുമായ ആവിയല്ലോ എന്ന തിരിച്ചറിവ് നമുക്ക് വേണം എന്ന ഒരു ബോധ്യപ്പെടുത്തൽ കൂടിയായിരുന്നു ഈ സംഭവം.
യാക്കോബിൻ്റെ ലേഖനം 4:15 കർത്താവിന് ഇഷ്ടമുണ്ടെങ്കിൽ ഞങ്ങൾ ജീവിച്ചിരുന്ന് ഇന്നത് ചെയ്യും എന്നല്ലയോ പറയേണ്ടത് എന്ന കൃത്യമായ ഉപദേശം തരുന്ന ബൈബിളിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എങ്കിലും നമ്മൾ പലപ്പോഴും അങ്ങനെയുള്ളവരല്ല എന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ അറിയാവുന്നത് കൊണ്ടാണ് വാക്യം 16 ദൈവം യാക്കോബിനെ കൊണ്ട് നിങ്ങളോ വമ്പ് പറഞ്ഞ് പ്രശംസിക്കുന്നു, ഈ വക പ്രശംസയെല്ലാം എല്ലാം ദോഷമാകുന്നു എന്ന് എഴുതിച്ചത്. ഏതായാലും ഈ 2025 ഇങ്ങനെയൊക്കെ പോകണ്ടെന്ന് പറഞ്ഞാലും അത് പോകും, പിടിച്ചു നിർത്താൻ നമുക്ക് കഴിയില്ല. അതുകൊണ്ട് ഇതേ യാക്കോബ് 4:17 നമുക്ക് തരുന്ന ഒരു ഉപദേശമുണ്ട്. നന്മ ചെയ്യുവാൻ അറിഞ്ഞിട്ടും ചെയ്യാത്തവന് അത് പാപം തന്നെ. ദൈവം അനുവദിച്ച് പുതിയ വർഷം നമുക്ക് തന്നാൽ നന്മ ചെയ്യാൻ അറിഞ്ഞിട്ടും അത് ചെയ്യാത്ത പാപം ചെയ്യാൻ നമുക്കാർക്കും ഇടയാകരുത് എന്ന് മാത്രമല്ല, ഗലാത്യ ലേഖനം 6:9-10 വാക്യങ്ങൾ പറയുന്ന പോലെ നന്മ ചെയ്യുകയിൽ നാം മടുത്തു പോകരുത്. തളർന്നു പോകാഞ്ഞാൽ തക്ക സമയത്ത് നാം കൊയ്യും. ആകയാൽ അവസരം കിട്ടും പോലെ നാം എല്ലാവർക്കും, വിശേഷാൽ സഹവിശ്വാസികൾക്കും നന്മ ചെയ്യുക എന്നതാണ് ഈ 2026 പ്രവേശിക്കുന്ന നമ്മോട് വോയിസ് ഓഫ് സദ്ഗമയ്ക്ക് പറയാനുള്ളത് എന്ന് നിങ്ങളുടെ കൂട്ടുസഹോദരൻ ഷിബു കൊടുങ്ങല്ലൂർ. ഞങ്ങളുടെ വാട്സപ്പ് നമ്പർ 9605581081. എല്ലാവർക്കും നല്ല ശുഭദിനം നേരുന്നു. ദൈവം നിങ്ങളെല്ലാവരും സഹായിക്കട്ടെ. ആമേൻ.